നമ്മുടെ പൂരവിവാദം പുതിയ തലങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ എല്ലാത്തിനും ഉത്തരവാദി സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനാണ് എന്ന തരത്തിലേക്ക് CPMൻ്റെ ഒരു നാറേറ്റീവ് വരുന്നു. അയാളുടെ ഭാഗത്ത് കുറേ കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട്. പൂര പ്രദേശത്തേക്ക് ആളുകൾ വരാതെ പോലീസ് ബാരിക്കേഡ് വെച്ച് പൂര പ്രദേശം തേക്കിൻകാട് മൈതാനം സ്വരാജ് ഗ്രൗണ്ടൊക്കെ വിജനമാക്കിയിട്ടു, വെടിക്കെട്ട് തടഞ്ഞു, ഭക്തരെ ലാത്തിച്ചാർജ് ചെയ്തു. എന്തിന്? ആനയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോയ പട്ട പോലും തടഞ്ഞു. അത് ആനയ്ക്ക് കൊടുക്കേണ്ട ഭക്ഷണമാണ്, കൊടുത്തില്ലെങ്കിൽ ആന വയലൻ്റ് ആകും എന്ന് പറഞ്ഞവരോട് പോലും വളരെ മോശമായി കമ്മീഷണർ പെരുമാറി. ശരിയാണ്. പക്ഷേ ഒരു കമ്മീഷണർ മാത്രം വിചാരിച്ചാൽ പൂരം തടയാൻ കഴിയുമോ? പൂരം അലങ്കോലമാക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും അതിനകത്തൊരു യുക്തിയില്ലായ്മയുണ്ട്. ഒരു പോലീസ് കമ്മീഷണർ മുകളിൽ നിന്നൊരു ഉത്തരവില്ലാതെ പൂരം പോലെ ജനവികാരത്തെ ത്രസിപ്പിച്ച് നിർത്തുന്ന ഒരു ഉത്സവത്തിൽ ഇടപെടില്ല. അപ്പോൾ അവിടുത്തെ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന പൂരവും ബഹളവും നമ്മൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. അവിടെ ആറാട്ട് നടന്നു, വെടിക്കെട്ട് പിറ്റേ ദിവസം രാവിലെ ആരംഭിക്കാൻ പറ്റുകയുള്ളൂ. പൂരം കാണാൻ വരുന്നവരുടെ ഏറ്റവും വലിയ ആഹ്ലാദങ്ങളിലൊന്ന് പൂരത്തിലെ വെടിക്കെട്ട്, മഠത്തിൽ വരവ് തടഞ്ഞു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ചടങ്ങുകളൊന്നും മര്യാദയ്ക്ക് നടന്നില്ല. ഇത് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും മലയാളികൾ പ്രത്യേകിച്ച് അവധി എടുത്ത് പൂരം കാണാൻ വരുന്നവരുണ്ട്. അവർ ഈ വർഷം നിരാശരായിട്ടാണ് മടങ്ങിയത്. ആർക്കും ആ പൂരത്തിൻ്റെ ആർഭാടവും അതിൻ്റെ ആഹ്ലാദ ഉത്സവ പരിസരങ്ങൾ ഒന്നും അനുഭവിക്കാൻ പറ്റിയില്ല. തികച്ചും പോലീസ് കൺട്രോൾഡായിട്ടുള്ള ഒരു വ്യവസ്ഥ. അതിൻ്റെ പൂരം സംഘാടകരെയും ദേവസ്വം പ്രവർത്തകരെയും പോലും പോലീസ് തടയുകയും അവരോട് മല്ലടിക്കുകയും ചെയ്യുന്ന തരത്തിൽ പൂര ഉത്സവത്തെ അലങ്കോലപ്പെടുത്തിയ ഒരു ഗൂഢാലോചനയാണോ എന്ന് ഞാൻ ന്യായമായി സാർ ഇതിനകത്ത് സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് ആളുകൾ നിരാശരായി മടങ്ങി എന്നുള്ളത് ശരിയാണ്. അതതിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ്, ആചാരത്തിൻ്റെ ഭാഗമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭഗവാൻ എഴുന്നള്ളി നിൽക്കുന്ന ഭഗവാന് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് ഇലഞ്ഞിത്തറ മേളവും ഉൾപ്പെടെയുള്ള ഈ വാദ്യങ്ങൾ ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നതാണ്. അത് മുടക്കി, മഠത്തിൽ വരവ് മുടക്കി, എന്തിന് വെടിക്കെട്ട് പോലും ആഘോഷത്തിൻ്റെ ഭാഗമല്ല, ആചാരത്തിൻ്റെ ഭാഗമാണ്, അതുപോലും മാറ്റിവെക്കുന്ന അവസ്ഥയുണ്ടായി. അതായത് വടക്കുംനാഥൻ്റെ ക്ഷേത്രോത്സവം അലങ്കോലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ വടക്കുംനാഥന് വേണ്ടിയുള്ള ആചാരങ്ങളുടെ ലംഘനം നടന്നു, ശബരിമലയിൽ നടന്നതുപോലെ. തികച്ചും ആചാര ലംഘനം എന്നുള്ള ഭാഗം ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നില്ല. ഇല്ല പറയുന്നില്ല. ഇത് പബ്ലിക്കിൻ്റെ വ്യൂവിലാണ് മാധ്യമങ്ങൾ. പബ്ലിക്ക് നോക്കുമ്പോഴാണ് പൂരം മുടങ്ങി. പൂരം മാത്രമല്ല മുടങ്ങിയത്, ദേവസ്വത്തിൻ്റെ കണ്ണിലൂടെ ഇതിനെ കണ്ടാൽ സുനിൽ പറയുന്നത് കറക്റ്റാണ്. ഭഗവാന് വേണ്ടി വടക്കുംനാഥന് വേണ്ടിയിട്ടുള്ള ആചാരങ്ങളാണ് അവിടെ നഗ്നമായി ലംഘിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ അതാണ് ഈ ശബരിമല കഴിഞ്ഞ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ടാർഗറ്റായിട്ട് മാറി. അതാണ് ശബരിമല കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന സ്ഥലം അത് തൃശ്ശൂർ പൂരമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ആറ്റുകാൽ പൊങ്കാലയായിരിക്കും. അതിൻ്റെ വിശ്വാസപരമായ വശത്തെ എങ്ങനെയും തകർക്കുക എന്നൊരു ഗൂഢലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എനിക്ക് കൃത്യമാണെന്നറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്, എവിടെയോ വായിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ വർഷം തോറും ഉത്സവങ്ങൾ നടത്തുന്നതിൻ്റെ ഒരു കാരണം അത് പ്രത്യേക പൂജാവിധികളും താന്ത്രിക പ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുന്നത് മൂർത്തിക്ക് ഒരു ശക്തിക്ഷയം ഉണ്ടായാൽ അത് തിരിച്ചു പിടിച്ച് കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഉത്സവം നടത്തുന്നത് എന്നൊരു വ്യാഖ്യാനം കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അവിടുത്തെ ആചാരങ്ങളിൽ വടക്കുംനാഥനിൽ ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിശ്വാസികളുടെ വടക്കുംനാഥൻ്റെ ആചാരങ്ങളെ, ശക്തിയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള വിശ്വാസലംഘനം, ആചാരലംഘനമല്ലേ നടന്നത്? തീർച്ചയായിട്ടും ഇതിൽ വിശ്വാസികളുടെ വികാരം മുറിവേൽക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഉത്സവാഘോഷത്തിന് ഹാനി പറ്റി എന്നതിന് പുറമെ ഇത് അടുത്ത വിഷു വരെ കാത്തിരിക്കുന്ന ഭക്തരുണ്ട്. അതെ. ആ ഭക്തർക്ക് ഇത് വലിയ ഒരു ക്ഷതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് ആരാണ് ആശ്വാസം പകരുന്നത്? മറ്റൊരു പൂരം നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിന് ഇപ്പോൾ ഒരു പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റിയതോടെ തീരുന്നതല്ല ഈ കാര്യം. അയാളെ ഒരു ബലിയാടാക്കിയതാണ് എന്ന് നമുക്ക് അയാളുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. അല്ല, ഒരു പോലീസ് പറയുന്ന അയാൾ മാത്രമല്ല, അവിടെ ഒരു ACP ഉണ്ട്, സുദർശനൻ. അയാൾ CPMൻ്റെ വലിയ കങ്കാണിയാണെന്നാണ് പറയുന്നത്. കരുവന്നൂർ ബാങ്കുമായിട്ട് പോലുമുള്ള ചില ബന്ധങ്ങളുള്ള ഒരു പാർട്ടി കേഡറായ ഒരു ACP ഉണ്ട്. അയാളാണ് ഇതിലെ പ്രധാന പ്രതി എന്ന് തൃശ്ശൂരുള്ള പലരും നമ്മളെ വിളിച്ച് പറയുന്നുണ്ട്. അല്ല, അവിടെ നിയോഗിക്കപ്പെട്ട പോലീസ് വിഭാഗത്തിലുള്ള വിശ്വാസരാഹിത്യമുള്ളവരുണ്ടോ? അവിടെ ചെരുപ്പിട്ട് കയറാൻ അങ്ങനെ ഹൈക്കോടതി വിധിയുള്ളതാണ്. സാധാരണഗതി ഒരു ഭക്തനാണ് ആ പോലീസുകാരനെങ്കിൽ ഒരിക്കലും ചെരുപ്പിട്ട് കയറില്ല. അതെ.
അപ്പം അതൊക്കെ ഒരുപാട് വിശ്വാസികളിൽ മാനസികമായ വിഷമങ്ങൾ ഉണ്ടാക്കിയ കാര്യം. അല്ല, ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ 19-ാം തീയതി 20-ാം തീയതി എന്ത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയാണ് ഉള്ളത്? അതായത് അവിടെ പൂരത്തിൽ പൂരം നടത്തി പൂരത്തിനെ നിയന്ത്രിച്ച് ശീലമുള്ള അനുഭവജ്ഞാനമുള്ള പോലീസ് ഓഫീസർമാരെ ഒന്നും അങ്ങോട്ട് അയച്ചില്ല. അവർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയായിരുന്നു. എവിടെ തെരഞ്ഞെടുപ്പ് ഇവിടെ അല്ലല്ലോ 19-ാം തീയതി. അപ്പോൾ ഇങ്ങനെ ബാലിശമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ സുരേഷ് ഗോപിയുടെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ അതിനകത്ത് പറയേണ്ടതുണ്ട്. കാരണം സുരേഷ് ഗോപിയാണ് ഒരു പക്ഷേ ഈ വെടിക്കെട്ട് ഉപേക്ഷിക്കാൻ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ വെടിക്കെട്ടും ഭഗവാന്റെ ആചാരങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് പകൽ വെളിച്ചത്തിലാണെങ്കിലും നിങ്ങളത് നടത്തണം എന്ന നിലപാടെടുത്ത സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി അങ്ങോട്ട് പാഞ്ഞെത്തുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പോലീസ് കടത്തിവിട്ടില്ല എന്നാണ് പറയുന്നത്. ഒടുവിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസിൽ ഏതാണ്ട് ഒളിച്ചെന്ന പോലെ സുരേഷ് ഗോപിക്ക് ആംബുലൻസിൽ അവിടെ വരേണ്ടി വന്നു. അതിൻ്റെയൊക്കെ കളക്ടർ വിളിച്ച് ഭീഷണിപ്പെടുത്തി, ഇലക്ഷൻ പെരുമാറ്റച്ചട്ടമുണ്ട്, നിങ്ങളതിൽ ഇടപെടാൻ പാടില്ല എന്ന്. അപ്പോൾ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ്, ഇടപെട്ടതുകൊണ്ടാണ് ആ വെടിക്കെട്ട് അടക്കമുള്ള നടന്ന് പരിമിതമായ തോതിലെങ്കിലും ആചാര ലംഘനത്തെ ഒഴിവാക്കാൻ കഴിഞ്ഞത്. ഈ നമ്മുടെ 2 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മുരളീധരൻ ഇപ്പോൾ പറയുന്നുണ്ട്, അതായത് CPM-ഉം BJP-യും കൂടെയുള്ള അന്തർധാരയുടെ ഭാഗമായിട്ട് പൂരം കലക്കിയതാണെന്ന്. അത് CPM BJP-യെ ജയിക്കാൻ വേണ്ടി സഹായിച്ചതാണെന്ന്. അതെ. അപ്പോൾ അത് അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അങ്ങനെ പറയുന്നില്ല. അദ്ദേഹവും ഗവൺമെൻറ്റിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. സുനിൽകുമാർ പറഞ്ഞത് ഞാൻ കേട്ടു, പോലീസാണ് അതിക്രമം കാണിച്ചതെന്ന് പറഞ്ഞു. ബ്ലെയിം മുഴുവൻ പോലീസിനാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന CPM-നെയും മുഖ്യമന്ത്രിയാണ് അവിടുത്തെ ഇടത് സ്ഥാനാർത്ഥി കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു അതിക്രമവും കുറ്റകൃത്യവും ഒരു വിശ്വാസലംഘനവും ഒക്കെ നടന്നിട്ടുണ്ട്. ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നില്ല. പരസ്പരം കുറ്റപ്പെടുത്തുന്നതിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിലുമാണ് കോൺഗ്രസിനും മറ്റുള്ള. പൂരത്തിൻ്റെ അന്ന് പകല് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളിൽ കണ്ടൊരു കാഴ്ച, പൂരപ്പറമ്പിൽ നമ്മുടെ തേക്കങ്കാട് മൈതാനിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് VS സുനിൽകുമാറും മന്ത്രി രാജനും. ഞങ്ങൾ ഈ പൂരത്തിൻ്റെ നടത്തിപ്പുകാരാണ്, ഞങ്ങളാണ് എല്ലാ വർഷവും ഞങ്ങളിവിടെയുണ്ട്, മന്ത്രിയായാലും MLA ആയാലും സാധാരണക്കാരായി പങ്കെടുക്കും, ഞങ്ങളുടെ പൂരമാണ്, ദേശീയോത്സവം എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച് എല്ലാ ചാനലിലും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ ഇവരെ കണ്ടില്ല. പാതിരാത്രിയായി അവരൊക്കെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. അതെ, വിവരം അറിഞ്ഞിട്ട് പോലും ഒന്നുമില്ല. എനിക്ക് ഏറ്റവും ദയനീയമായിട്ട് തോന്നുന്നത്, ഒരു ദേവസ്വം മന്ത്രി ഉണ്ടല്ലോ സാർ, തൊട്ടടുത്ത മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്, തൃശ്ശൂർ ജില്ലക്കാരനാണ്. അദ്ദേഹം ഇതുവരെ തുറന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പൂരത്തെ തകർക്കാൻ ശ്രമിച്ച ദേവസ്വം മന്ത്രി ആലത്തൂർ മത്സരിക്കുന്നുണ്ട്. അതെ അതെ, ആലത്തൂരുകാരൻ ആലോചിക്കേണ്ടതാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ചൈതന്യമൂർത്തികളിലൊന്നായ വടക്കുംനാഥൻ്റെ ഉത്സവം ആചാരങ്ങൾ അലങ്കോലപ്പെടുത്തിയ ആളുകൾ നിർലജ്ജം വോട്ട് ചോദിച്ചു പിന്നെയും വരിക. ഇത് പണ്ട് ടിപ്പുവിൻ്റെ ആക്രമണ കാലത്ത് വടക്കുംനാഥന് ആക്രമണം നേരിട്ടു. അതിനുശേഷം ഇതുപോലെ ഒരു വടക്കുംനാഥ ഭഗവാൻ നിന്ന ഒരുപക്ഷെ ഇപ്പോഴാണ് നടന്നത്. ആയിരിക്കാം. പക്ഷേ ഏതായാലും നമുക്ക് ഈ ഹിന്ദുമത വിശ്വാസികളായ ആളുകൾക്ക്, ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ആൾക്ക്, രാഷ്ട്രീയമൊന്നുമില്ല, വലിയ കടപ്പാട് സുരേഷ് ഗോപിയുടെ ഉണ്ട്. അദ്ദേഹം ഇടപെട്ടിട്ട് മുടങ്ങിപ്പോയ 2 ദേവസ്വംകാരെയും തിരിച്ചു കൊണ്ടുവന്ന് നിർത്തിവെച്ചു പോയ ആചാരങ്ങൾ പുനഃസ്ഥാപിക്കാനൊക്കെ ശ്രമിച്ചു. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഒരു ആംബുലൻസിൽ കയറി അവിടെ എത്തി. ഈ പോലീസ് കടത്തിവിടാത്തതുകൊണ്ടാണ് ആംബുലൻസിൽ ഒളിച്ച് അവിടെ എത്തി ഈ പ്രശ്നപരിഹാരത്തിന് മുതിർന്നത് അടക്കമുള്ള കാര്യങ്ങൾ കേരളം നന്ദിയോടെ ഓർക്കേണ്ടതാണ്, പ്രത്യേകിച്ചും തൃശ്ശൂർക്കാർ. ഏതായാലും പൂരം ഇനി വലിയ പൂരം 26-ാം തീയതി നടക്കാനിരിക്കുക. ആ പൂരത്തിന് ഈ പൂരത്തിൻ്റെ ഓർമ്മ തൃശ്ശൂരിലെ വോട്ടർമാരുടെ മനസ്സിലുണ്ടാവട്ടെ. അതെ, രാഷ്ട്രീയ പൂരം. തൃശ്ശൂർക്കാർ അന്ന് ഒരു നിർണായകമായ തീരുമാനം, ഈ പൂരത്തിൻ്റെ പോരായ്മകളും കൂടെ അതിലെ കുറ്റവാളികളാര്, അതിലെ സഹായികളാര് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് പ്രവർത്തിക്കുവാനുള്ളൊരു അവസരമാണ്. അല്ല, അത് തിരുത്താനുള്ള അവസരമാണ്. കാരണം എന്തറിയോ സാറേ, എനിക്ക് തോന്നുന്നത് കുറേ കാലമായി കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾ ടാർഗറ്റഡാണ്. ക്ഷേത്രത്തിലെ ഉത്സവങ്ങളൊക്കെ മ്ലേച്ഛമായ എന്തോ കാര്യമാണ്. അല്ലെങ്കിൽ പറയും ക്ഷേത്രോത്സവങ്ങളിൽ മതേതരമാണ്, പള്ളിപ്പെരുന്നാളുകളും ഒന്നും മതേതരമല്ല, അതൊക്കെ അത് സമുദായത്തിൻ്റെ മതത്തിൻ്റെയാണ്. ക്ഷേത്രോത്സവങ്ങൾ മതേതരമാണ്, ക്ഷേത്രങ്ങൾ മതേതര സ്ഥാപനങ്ങളാണ് എന്നുള്ള വാദവും കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രങ്ങളെ തകർക്കാനുള്ള, ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, സാർ നേരത്തെ പറഞ്ഞ പോലെ ടിപ്പുവിന് ശേഷം വടക്കുംനാഥന് നേരെ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ കഴിഞ്ഞ പൂരദിവസം നടന്നത്. അത് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇതുവരെ അതിൻ്റെ ഒരു മുറിവിൻ്റെ ആഴം മനസ്സിലാക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരത് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ നാളെ ക്ഷേത്രങ്ങൾ മ്യൂസിയങ്ങളായി മാറുന്ന ഒരു കാലം അധികം ദൂരത്തല്ല. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ വിശ്വാസികളായ ആളുകൾ ഈ അവസരം വിനിയോഗിക്കട്ടെ.
തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.